കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കലിംഗ സൂപ്പർ കപ്പിൽ 3 കളി നമുക്കറിയാം, കളി തോറ്റിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്നത്. അവർ ISL നല്ല പെർഫോമൻസ് നടത്തി, നല്ല ദിമിട്രിയോസിന്റെ മറ്റ് നല്ല യങ് പ്ലേയേഴ്സിനെ വെച്ച് നല്ല മിഡ്ഫീൽഡ്. ഇപ്പൊ ലൂണയുടെ അഭാവത്തിൽ പോലും അസർ അയ്മനും പോലുള്ള പ്ലേയേഴ്സ് വന്നിട്ട് ISL ടോപ്പ് ലീഗിൽ ടോപ്പ് ചെയ്യുന്ന സമയത്താണ് സൂപ്പർ ലീഗ് വന്നത്, സൂപ്പർ കപ്പ് വന്നത്. അങ്ങനെ 1 മാസം ഇടവേള കിട്ടി. ആ ഇടവേള സമയത്ത് കുറച്ച് മത്സരങ്ങൾ നടന്നു സൂപ്പർ കപ്പ്. പക്ഷെ ആ സൂപ്പർ കപ്പിൽ തോറ്റിട്ടാണ് പിന്നെയാണ് ISL ഫസ്റ്റ് മാച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ കലിംഗയിൽ വരുന്നത്. പിന്നെ അവിടെ നമ്മൾ കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാല് ലുണക്ക് റീപ്രസെന്റ് ചെർണിച്ച് എന്ന് പറഞ്ഞ പ്ലെയർ ഇപ്പോൾ ഒരു ഇതേനിയൻ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനാണ്, ഒരു യൂറോപ്യൻ ഫുട്ബോളറാണ്. ഒരു ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ പറഞ്ഞാൽ തന്നെ നമുക്കറിയാം. പിന്നെ കഴിഞ്ഞ യൂറോപ്യൻ ക്വാളിഫൈ ലീഗില് ടോപ്പ് ലീഗിൽ ഏറ്റവും ഹൈ റേറ്റിംഗ് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ലീഗ് ഓഫ് ദി വീക്കിലോ മന്തിലോട്ടോ ലിസ്റ്റിലുണ്ടായിരുന്ന പ്ലെയർ ആണ് ചെർണിച്ച്. അങ്ങനെ ഒരു പ്ലെയർ ആണ്. മൂപ്പര് ഇറങ്ങിയിട്ട് ആകെ 6 മിനിറ്റ് മറ്റോ കളിച്ചുള്ളൂ ഈ ഒരു ISL കഴിഞ്ഞ മത്സരത്തിൽ. എന്നിരുന്നാൽ പോലും അത്യാവശ്യം ടച്ചുകളൊക്കെ എടുക്കാൻ സാധിച്ചു. എന്നാലും വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചില്ല. മൂപ്പര് ഈ ഒരു ക്ലൈമറ്റിനും ഈ ഒരു ISL വരുന്നുള്ളൂ. മൂപ്പര് കുറച്ച് ടൈം കൊടുക്കണം. പിന്നെ ഒരു ഭാഗത്ത് പെപ്പർ ഇല്ല, നേരത്തെ ലൂണ, ഇപ്പൊ പെപ്പർക്ക് പകരം വന്ന പ്ലെയറാണ് ഇമാനുവലിന് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഇമാനുവൽ ജസ്റ്റ് വന്നിട്ടുള്ളൂ ലീഗിൽ നിന്ന്, ഇപ്പൊ ISLക്ക് എത്തിയിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു മാച്ച് കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ വിലയിരുത്താൻ പറ്റില്ല. കുറച്ച് പരിക്കേറ്റ് പുറത്താണ്. പിന്നെ ഒരു തോൽവി ഇപ്പൊ ISL റീസ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ഒരു കളി തോറ്റു വെച്ചിട്ട് ISL കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ ഒന്നും എത്താതെ പോകുന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി വരുന്ന ദിവസങ്ങളിൽ, ഇനി വരുന്ന അടുത്ത മാച്ചിലൊക്കെ നല്ല പെർഫോമൻസ് നടത്താൻ കേപ്പബിൾ ആയിട്ടുള്ള സ്ക്വാഡ് ഡെപ്തും അതിനെ പറ്റിയ നല്ല പ്ലേയേഴ്സും കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിലുണ്ട്. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി വരുന്ന മാച്ചുകളിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് നടത്താൻ പറ്റും. ഇനി ഈ കഴിഞ്ഞ മാച്ചിൽ പറയുകയാണെങ്കിൽ പലർക്കും പല കാര്യങ്ങൾ പറയണം. ഏറ്റവും മെയിനായിട്ട് ദാനിഷ് ഫാറൂഖിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പാസിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് മാച്ച് കണ്ട പലർക്കും അറിയാം. പിന്നെ ഡിഫൻസ് അത്ര സാധാരണത്തെ പോലത്തെ സ്ട്രോങ് ആയിട്ടുള്ള ഡിഫൻസ് കാണാൻ പറ്റിയില്ല. എന്നിരുന്നാലും അവരുടെ സ്റ്റേഡിയത്തിലായിരുന്നു കളി. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്ത് കഴിയണം. 1 മാസം ഗ്യാപ്പ് ഇട്ട് ISL തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നോക്കാം. എഴുതി തള്ളാൻ പറ്റില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്. ഇനി വരുന്ന ദിവസം നല്ല പെർഫോമൻസ് നടത്തിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് അറ്റ്ലീസ്റ്റ് ലീഗ് ഷീൽഡെങ്കിലും നേടാം. ആ ഒരു ടൈമിൽ നമുക്ക് പറയാൻ പറ്റില്ല. നല്ല പെർഫോമൻസ് നടത്താൻ ഇനിയും ടൈമുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്, ഇനിയും മുമ്പോട്ട് വരാം. അങ്ങനെ വരാൻ കഴിയട്ടെ എന്നാണ് എല്ലാ ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ആശിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്.